കേരളത്തിലൊരു പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതായ മന്ത്രിസഭ പുതുതായിട്ട് അധികാരമേൽക്കുമ്പോൾ ബഹുമാന്യനായ സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാം, കേരളം പോലുള്ളൊരു സംസ്ഥാനം വളരെ പ്രത്യേകതയുള്ള ഇടമാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ വികസനം പോലെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതിയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതിൽ ഒന്നാമതായി നിൽക്കുന്നത് NRIയുടെ വരുമാനമാണ്. പക്ഷേ ആ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും യുദ്ധവും അതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന സമയം നമ്മുടെ രാജ്യം തന്നെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരു അനൗൺസ്മെൻറ്റ് വരികയുണ്ടായി, എല്ലാവരും ചിലവ് ചുരുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ പൊതുവേ വികസന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ ഇനി ഉടനെ സാധിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന് വിലക്കയറ്റം, അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതിലൊക്കെ പ്രധാനമായും ശ്രദ്ധ ഊന്നി നിന്നുകൊണ്ട് കാതടപ്പിക്കുന്ന കയ്യടി ഒച്ചകൾക്ക് അല്ല, ജനങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന തീരുമാനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിനെ നമ്മളെല്ലാവരും കാണുന്നത്. മുൻ സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടർച്ച അതും ഈ ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഓരോ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ്റിന് നന്മകളും പോരായ്മകളും ഉണ്ട്. അപ്പം നന്മകളെ നിലനിർത്തുകയും രാഷ്ട്രീയത്തിനപ്പുറം കാര്യങ്ങളെ കാണുകയും അതുപോലെ തന്നെ പോരായ്മകൾക്ക് ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുകയും ചെയ്യുക. അതാണ് ഒരു പരിണിതപ്രജ്ഞമായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. അതാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളും പുതുമുഖങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ്. ആദ്യമായിട്ട് MLA ആയ ആളുകൾ പോലും മന്ത്രിമാരാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാര്യം പറയുന്നു. എങ്ങനെയാണെങ്കിലും ഒരു വലിയ ആവേശം ഇപ്പോൾ ആളുകളുടെ ഇടയിലുണ്ട്, പ്രതീക്ഷയുണ്ട്. അത് നിലനിർത്താൻ ആസ്പദമായിട്ടുള്ള നിലയിലുള്ള നയപരമായ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഒരു വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഒരു ഈറ്റില്ലമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ പ്രത്യേകിച്ച് സ്വാമിജിയെ പോലുള്ള ആളുകൾ കേരളമെമ്പാടും വിവിധ മതസ്ഥരുമായിട്ട് സഹകരിച്ച് വളരെ നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും പൊതുവേ കേരളത്തിൻ്റെ ഒരു സാഹചര്യം ഒരു നല്ല മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില ധ്രുവീകരണങ്ങളും ചില അപഖ്യാതികളുമൊക്കെ ഈ മതേതരത്തെ സംബന്ധിച്ച് പ്രകടമാകുകയുണ്ടായി. അതിനകത്ത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉള്ള ഒരാളായിരിക്കും. കാരണം സ്വാമിജി എല്ലാ മേഖലയിലും സജീവമായി ഇടപെടുന്ന ഒരാളാണ്. അപ്പം സ്വാമിജിയുടെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കും? പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള നിലപാടുകളോ സംസാരങ്ങളോ ഉണ്ടാക്കിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം കാണാം. പക്ഷേ അങ്ങനെയുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള നിലയിൽ സംസാരിച്ചത് ചില സമുദായ നേതാക്കന്മാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന അവർ പറയുന്നതിൻ്റെ ന്യായം അവരുടെ സഭ അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല പലപ്പോഴും എന്നുള്ള നിലയിലൊരു സമ്മർദ്ദമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ പല താല്പര്യങ്ങളുണ്ടാകുമല്ലോ, നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകാം. പക്ഷേ നമുക്കൊരു മുറിവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഉണങ്ങുമെന്നൊക്കെ പറയുന്നത് പോലെ മരുന്ന് വെക്കേണ്ടത് ആവശ്യമാണ്. എന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കാര്യമുണ്ട്. അതിനനുസരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുറിവ് ഉണങ്ങും.
ഒരാൾ കരയുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കരച്ചിൽ നിർത്തും. ഒരാൾ ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ ആ ചിരി എന്ന് പറയുന്നത് നിർത്തും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുകയില്ല. അപ്പം ഞാനൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പല പരിപാടികൾക്കായിട്ടും പല മതങ്ങളുടെ ഒരു മതത്തെ ഒരിക്കലും, ഇപ്പോൾ ഹിന്ദു മതത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ മതങ്ങളെയും നിലനിർത്തേണ്ടുന്ന എല്ലാ മതത്തിലുള്ള മതങ്ങളെയല്ല, മതത്തിൽ ജീവിക്കുന്ന ആളുകൾ. ഇപ്പം ഇന്ന് നമ്മുടെ പാണക്കാട് തങ്ങളുടെ ഒരു പ്രസ്താവന ഞാൻ ഇതിനകത്ത് കേൾക്കുകയുണ്ടായി, ടി വിയിൽ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ചില സംസാരങ്ങൾ, ചില വിവാദപരമായ പരാമർശങ്ങൾ കേരളത്തിൻ്റെ അവരുടെ പാർട്ടിയെ അങ്ങനെയുള്ള പരാമർശങ്ങൾ തീരുമാനിക്കേണ്ടത് അവരല്ല, അവരുടെ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള നയം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ പാർട്ടികൾക്കും എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള നയങ്ങളുണ്ട്. അത് തികച്ചു എന്ന് പറയുന്നത് എന്താ പറയുക, ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പല ആളുകളും വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അത് ഇപ്പം ഞാനതിനെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഇടമാണ് കേരളം. ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പല സംഭവങ്ങളും എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തെ ബാധിക്കാറില്ല. പ്രബുദ്ധരായ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ എല്ലാവരും, എല്ലാ മതത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഇടം. അപ്പോൾ കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും എല്ലാ മതത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരിടമാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മുറിവുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണങ്ങുന്നത് പോലെ അതിൽ മരുന്ന് വെക്കാനുള്ള ആളുകളാണ് നമ്മളെപ്പോലെയുള്ളത്. പക്ഷേ എന്താ പറയുക, എല്ലാ ദിവസവും മരുന്ന് വെക്കാൻ നമുക്ക് നടക്കാൻ സാധിക്കത്തില്ല. മുറിവുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വ്യക്തിപരമായിട്ട് ഒരാളെ എന്ന് പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദമായി. മുഖ്യമന്ത്രി ആയിരിക്കുന്ന വി ഡി സതീശൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പരാമർശങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാധ്യമങ്ങളും ആളുകളും എല്ലാവരും അങ്ങനെ ചിത്രീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് വളരെ പക്വമായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം സാധാരണ ആളുകൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വളരെ വൈകാരികമായി തിരിച്ചടിക്കാറുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ്, അദ്ദേഹത്തിന് എൻ്റെ അച്ഛനാകാൻ പ്രായമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിനോടെന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, ലോകപരിചയവും ജീവിതവും അറിവും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ കൂടെ നിന്ന് സംസാരിച്ചാൽ ആളുകൾ എന്ന് പറയുന്നത് എല്ലാം മറന്നിട്ടാണെങ്കിൽ വോട്ട് ചെയ്യും. കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹികമായ, സാമുദായികമായ, മതപരമായ സൗഹാർദ്ദങ്ങൾ നിലനിർത്താൻ എല്ലാ ആളുകളും ശ്രമിക്കണം. അതായത് പുതിയ മന്ത്രിസഭയിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കേണ്ട, എന്നാൽ സാഹചര്യത്തിന് ഉയരുവാനും അതിന് തക്കതായ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനും കഴിയണമെന്നും, അതോടെ തന്നെ മതേതര സംസ്കാരം നിലനിൽക്കുന്ന ഭാരതത്തിൽ മുറിവുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ ആളുകൾ പ്രതികരിക്കുകയും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും സ്വാമിജി തൻ്റെ അഭിപ്രായത്തിലൂടെ നമ്മളോട് പറഞ്ഞു. ഇത്രയും നേരം നമ്മളോട് ജീവൻ ടിവിയോട് സംസാരിച്ചതിലുള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നു.